ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ സഹോദരിയിൽ നടന്നു വരുന്ന വചന സന്ദേശ ശുശ്രൂഷയിൽ എനിക്കും പങ്കാളിയാകുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് അവസരം നൽകിയ ക്രിസ്തീയ സഹോദരിയിലെ എല്ലാ അഡ്മിൻസിനോടുള്ള നന്ദിയും ഈ സമയം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ വചന സന്ദേശത്തിനായി നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കാം. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. ഈ വാക്യത്തിലൂടെ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഏതവസ്ഥയിലായിരുന്നപ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി ആ കൽവരി ക്രൂശിൽ മരിച്ചത്. നമ്മൾ ബലഹീനരായിരുന്നു, അഭക്തരായിരുന്നു. നമുക്ക് പറയുവാൻ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. ഇന്ന് നാം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് വരുമ്പോൾ നാം പല ഒഴിവുകൾ പറഞ്ഞ് നമ്മൾ പിന്മാറാറുണ്ട്. എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് സാധിക്കത്തില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം ബലഹീനരായിരുന്നു, നമ്മൾ അഭക്തരായിരുന്ന സമയത്താണ് കർത്താവ് നമുക്ക് വേണ്ടി ആ കൽവരി ക്രൂശിൽ മരിച്ച്. എന്ത് വലിയ സ്നേഹമാണ് നമ്മുടെ കർത്താവിൻ്റെ. നമ്മൾ അതേപോലെ നമ്മുടെ ജീവിതം എപ്രകാരമായിരുന്നു? നമ്മൾ പാപികളായിരുന്നു. നമ്മുടെ ജീവിതം ആ ഭാരം ഏറ്റുകൊണ്ട് തല കുലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കഴുതയെ പോലായിരുന്നു നാം ഓരോരുത്തരും. നമ്മുടെ ചുവടിലെ ആ ഭാരം മാറ്റിക്കളഞ്ഞ് നമ്മളെ വീണ്ടെടുത്തവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് യെരുശലേമിലേക്ക് എതിരേൽക്കുമ്പോൾ കർത്താവ് ഒരു കഴുതക്കുട്ടിയാണ് തെരഞ്ഞെടുക്കുന്നത്. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ആ 3-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം മാത്രം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. കർത്താവായ യേശുക്രിസ്തു രാജാതി രാജാവാണ്. സ്വർഗത്തിൽ അധിവസിക്കുന്ന പിതാവിന്റെ പുത്രനാണ്. താൻ യെരുശലേമിലേക്ക് എതിരേൽക്കുമ്പോൾ വലിയ എന്തെങ്കിലും മൃഗത്തിലോ തെരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷെ കർത്താവ് തെരഞ്ഞെടുത്തത് കഴുതയാണ്. കർത്താവ് ഇവിടെ കാണിക്കുകയാണ്, ലോകരുടെ മുമ്പിൽ ആ കഴുത ഒന്നിനും കൊള്ളാത്തത് ആണ്. കർത്താവ് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ആരെങ്കിലും ചോദിക്കുകയോ പറയുവോ, അതെന്തുകൊണ്ടാണ് കർത്താവ് പറയുന്നത്? ഒരുപക്ഷെ ശിഷ്യന്മാർ അഴിക്കാൻ ചെല്ലുമ്പോൾ ചോദിച്ചേക്കാം, നിങ്ങൾ ആർക്കും വേണ്ടാത്ത ഈ കഴുതയെ എവിടെ കൊണ്ടുപോവാണെന്ന്. അപ്പൊ കർത്താവ് മുന്നമേ പറയുകയാണ്, കർത്താവിനെ അവയെ കൊണ്ട് ആവശ്യമുണ്ട്. അതേപോലാണ് പ്രിയരെ, നാം ഓരോരുത്തരും ബലഹീനരായിരുന്നപ്പോൾ, അഭക്തരായിരുന്നപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ആ കർത്താവ് തന്നെ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. വിശ്വാസികളായ നാം ഓരോരുത്തരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ്. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടവരല്ല. നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരാണ്. ഓരോ നിമിഷവും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ വചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓരോ ദിവസവും മാടി വിളിക്കുകയാണ്. കർത്താവ് ഇവിടെ ഇന്നും നമ്മളോട് പറയുന്നതാണ്, എനിക്ക് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. അതായത് കർത്താവിന് നമ്മളെ കൊണ്ട് ഓരോരുത്തരെയും കൊണ്ട് ആവശ്യമുണ്ട്. നാം മറക്കരുത്, നാം ഏതവസ്ഥയിലായിരുന്നപ്പോഴാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്. കർത്താവ് പറയുവാണ്, ഇവിടെ പൗലോസിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ബലഹീനരായിരുന്നു, നമ്മൾ അഭക്തരായിരുന്നു. ആ അവസ്ഥയിലാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തത്. നമ്മുടെ പുകഴ്ചയോ പ്രശംസയോ ഒന്നും കണ്ടിട്ടല്ല. പിന്നെ എന്തിനാണ് നാം ഇന്ന് നമ്മളെ തന്നെ നോക്കുന്നത്? എന്തിനാണ് നാം നമ്മളെ തന്നെ കുറ്റം വിധിക്കുന്നത്? നമ്മൾ ലോകപരമായ രീതിയിൽ നമ്മൾ ഒരു വലിയ ബിഗ് സീറോ ആയിരിക്കും, പക്ഷെ കർത്താവിൽ നമ്മൾ തികഞ്ഞവരാണ്. ഇന്ന് നാം ജീവിക്കുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നത് പോലും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. മാതാപിതാക്കൾ തന്നെ മക്കളെ വളർത്തുന്നത് വലുതായി അവര് ഞങ്ങളെ പരിപാലിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ്, പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതും ദൈവം നമുക്ക് വേണ്ടി പ്രതിഫലം ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. പ്രിയരെ, നമുക്ക് വേണ്ടി ദൈവം മരിച്ചത് നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ദൈവം നാം ബലഹീനരായിരുന്നപ്പോൾ, നാം അഭക്തരായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു. എന്ത് വലിയ നിസ്വാർത്ഥ സ്നേഹമാണ് നമ്മുടെ കർത്താവിൻ്റെ. നമുക്കൊരു വേദഭാഗം കൂടെ വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം.
ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്. ഞാൻ ഇപ്രകാരം മനസ്സിലാക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. 2025 വർഷത്തിന് മുമ്പ് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് എന്നെയും ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, തന്റെ ശിഷ്യന്മാരുടെ വചനം കേട്ട്, അല്ലെ തന്റെ ശിഷ്യന്മാർ മുഖാന്തരം തന്റെ സുവിശേഷം കേട്ട് തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അപേക്ഷിക്കുകയാണ്. അതായത് ഫ്യൂച്ചർ ടെൻസിലേക്കാണ് കർത്താവ് നോക്കുന്നത്. നാം നമ്മുടെ മാതാവിന്റെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പ് മുതലേ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് ദൈവവചനം പറയുന്നുണ്ട്. ഇവിടെ ഇതാ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു. കർത്താവിനെ അറിയാമായിരുന്നു, ആ സുവിശേഷം കേട്ട് നാം കർത്താവിൽ വിശ്വസിച്ച് വരും. ആ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു ഈ ലോകത്തിലായിരുന്നപ്പോൾ. എത്ര വലിയ സ്നേഹമാണ്, സ്നേഹത്തിന്റെ വേറൊരു അടയാളം. കർത്താവ് ഇവിടെ നമുക്കൊരു മാതൃകയും കൂടെ കാണിക്കുകയാണ്. ഇനിയും ആ സുവിശേഷം അറിഞ്ഞ് വരാനിരിക്കുന്ന അനേക തലമുറകൾക്ക് വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മൾ ഓരോരുത്തരും വേർപെട്ട് ഒരു വിശ്വാസി ജീവിതം നയിക്കുമ്പോൾ നമ്മൾ ഓരോ ദിനവും ഓരോ നിമിഷവും കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായിരിക്കണം. നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവെ, ഞാൻ ബലഹീനയായിരുന്നപ്പോൾ, ഞാൻ അഭക്തയായിരുന്നപ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ മരിച്ചല്ലോ. അങ്ങ് ഈ ലോകത്തിലായിരുന്നപ്പോൾ എന്നെയും ഓർത്ത് പ്രാർത്ഥിച്ചല്ലോ, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചല്ലോ. എനിക്ക് അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടണം. ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാണ്. എന്നെ എടുത്ത് ഉപയോഗിക്കണേ കർത്താവെ. ആ പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാം. വരും ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കട്ടെ. കാരണം കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്ന അതിനു വേണ്ടിയാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടിയാണ്. ആ സമർപ്പണത്തോടെ മുന്നോട്ട് ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വരും ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.